വളരെ മോശമായി പോയി. നമ്മൾ മീഡിയക്കാർ പറഞ്ഞതേ ഫാൻ ഗേൾസ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഫാൻ ഗേൾസിനെ വിളിച്ചപ്പോൾ ആരോട് ഫോൺ എടുക്കാണ്ട് വന്നപ്പോൾ എടുക്കാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ ആ ഫാൻ ഗേൾസ് പോയാൽ അപ്പാട് മറ്റേ പാതിരാത്രിക്ക് ഫാൻ ഗേൾസ് വിളിക്കുന്നത്. ഈ ഞാനൊന്നും ചോദിക്കൂടെ സുഹൃത്തെ അപ്പോൾ ഈ ലോകത്താണ് പെണ്ണെന്ന് പറഞ്ഞ 2 കാറ്റഗറിയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ മീഡിയക്കാർ നമ്മളെ കാണുമ്പോൾ ഈ റിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പെണ്ണുമായിട്ടുള്ളൊരു അടുത്തം ചെയ്തിരുന്ന ആൾക്കാർ ഓർത്തേക്കണം. തെറ്റ. കാരണം എന്നാ ഈ എൻ്റെ കസിൻ സിസ്റ്റർ വരെ എന്നെ പണ്ട് 5ാം ക്ലാസ്സിൽ പിടിച്ചതാണ്. പേരെനിക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺട്രോളറിൻ്റെ മറ്റേ ഒരു കസിനാണ്, കൺട്രോളറിൻ്റെ ബന്ധുവാണ് എന്നെ നമ്മൾ പണ്ട് ഉപദ്രവിച്ച പെൺകുട്ടിയാണ്. പീഡനത്തിനല്ല, മറ്റേ പെൺകുട്ടിയുടെ ആക്രമണം. പെൺകുട്ടി എന്നെ അടിച്ചു, ഇടിച്ചു, തൊഴിച്ചു. ആദ്യമായിട്ടുള്ള സംഭവം. പേര് ഞാൻ ശാരീരികമല്ല, ദേഹ ഉപദ്രവം. മനസ്സിലായ? ഇപ്പോൾ പണ്ട് ഗണേശേട്ടനൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ, മുഖത്തൊക്കെ പാടൊക്കെ ഉണ്ടായൊരു സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ നമുക്കും അങ്ങനത്തെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു സ്കൂൾ ബസ്സിൽ വെച്ച്. ഇപ്പോൾ പണ്ട് 2016 സ്കൂൾ ബസ് സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നിരുന്നു. പക്ഷെ ഇതിപ്പോൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, റിയ എന്ന് പറഞ്ഞ വ്യക്തി മറ്റേ റീൽ ചെയ്തപ്പോൾ അവൾ ഓർത്തത് അവളുടെ കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് പെൺകുട്ടിയോട് ഇടപെടുന്നത്. കാരണം ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട് പണ്ട് മുതൽ. അപ്പോൾ നമ്മളോടൊപ്പം ഒരുപാട് സ്ത്രീകൾ യാത്ര ചെയ്യാതെ പോകാറുണ്ട്. സ്ത്രീകളിൽ ചെറുപ്പക്കാരുണ്ടാകാം, പ്രായമായവരുണ്ടാകാം. മനസ്സിലായ? അപ്പോൾ അതിനോട് നിങ്ങൾ എന്ത് ചോദിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തിനാണ് നടിമാരെ വിളിച്ച് അങ്ങനെയൊക്കെ ഒരു ഇത് ചെയ്തതെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നടിമാരെ പേര് ഞാൻ പറയുന്നില്ല, ആരൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാം, കാരണം വ്യക്തിഗത ചെയ്യണ്ട. അപ്പോൾ മെയിൻ സ്ട്രീം നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള വ്യക്തികളും, പിന്നെ അത്യാവശ്യം ഇപ്പോൾ സിനിമയിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ഒരു നടിയുണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറട്ടണ്ണൻ സന്തോഷവർക്ക് അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ പുള്ളി എനിക്ക് എന്താ പറയുക, ഒരു ഡീഗ്രേഡ് സംഭവിക്കാൻ അല്ലെങ്കിൽ ഫീൽഡോട്ടായി മാറാനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും പുള്ളി എനിക്ക് നമ്പർ തന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് പുള്ളി വിളിക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്പർ ആകുമ്പോൾ വിളിക്കാനല്ല നമ്പർ വരുന്നത്. മീഡിയക്കാര് മറ്റേ ഗേൾസ് ഫാൻസ് ഫോൺ എടുക്കാത്തപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ നടിമാരുണ്ട്, വിളിക്കട്ടെ, വിളിച്ചോ. അപ്പോൾ വിളിച്ചോന്ന് പറഞ്ഞപ്പോൾ നീ വിളിച്ചെടുക്കുമോ? മനസ്സിലായ? ഒരു ഭീഷണി. നീ ഇത്രയും വിവാദമായിട്ടുള്ള പ്രശ്നത്തിലൊക്കെ പെട്ടുന്ന ഒരു വ്യക്തികളെ ഒരു നടിയും ഫോൺ വിളിച്ചടിക്കാൻ തോന്നുന്നില്ല. ഫോൺ വിളിച്ചാൽ എന്തോ 2000 രൂപ പറഞ്ഞു. അതൊന്നുമില്ല. മീഡിയക്കാര് വരുമ്പോൾ വെച്ച് പേരെന്ന് ഞാൻ പറയുന്നില്ല. ആൾക്കാർ പറഞ്ഞ നടിമാരെ വിളിച്ചോട്ടെ ചോദിച്ചപ്പോൾ ആ വിളിച്ചോന്നും അവർ പറഞ്ഞില്ല. മനസ്സിലായ? വിളിക്കല്ലേന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കൂല. മനസ്സിലായ? ഇപ്പം മീഡിയക്കാർ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്കൊരു ഒരു അറസ്റ്റിലേക്ക് ഈ നടി നീങ്ങിയാലും ഈ മീഡിയ ഷൂട്ട് ചെയ്തല്ലേ, അവർക്ക് പണി കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു, അത് ടെലികാസ്റ്റ് ഇത്രയും വലിയ പോപ്പുലറായിട്ട് നിൽക്കുന്ന നടിയാണ്. അവരെ വ്യക്തിഹത്യ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതും ക്രിമിനൽ ഒഫൻസ് അല്ലേ? ശരിക്കും വീഡിയോ ഇടുന്നതും എടുത്തതും ഒക്കെ. കാരണം നമ്മള് അവരുടെ ക്യാമറ കണ്ടിട്ടല്ലേ നമ്മള് സംസാരിച്ചത്. നമ്മൾ പെട്ടെന്ന് ക്യാമറ വന്നതാ. മനസ്സിലായ? ആദ്യം ഞാൻ വെറുതെ കൂളായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു, ക്യാമറ ഓഫ് ആക്കി. അപ്പൊ പെട്ടെന്ന് ക്യാമറയിൽ അത് അത്ര ശരിയായിട്ട് ഞാൻ തോന്നുന്നില്ല. വീഡിയോയുടെ താഴെ വരുന്ന ഒരുപാട് വൃത്തികെട്ട കമന്റുകളും തെറികളുമാണ്. ഇപ്പൊ അലിൻ ജോസ് പെരേരനെ മാത്രമല്ല, ആ നടിമാരെ വരെ തെറി വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ആണല്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് ദിലീപ് പറഞ്ഞാൽ ഇപ്പോ എന്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ. മനസ്സിലായ? അപ്പോൾ ഈ നടിമാർ വിളിച്ച സമയത്തെ അതാ ഇത് വൈറലായത്. പുള്ളി എടുത്തത് ഓക്കെ, ശരി, ഓക്കെ, ബസ്സൊക്കെ സംസാരിച്ചുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് അഭിനയത്തെ കുറിച്ച് മാത്രം. അഭിനയം നല്ലതാണ്. അപ്പോൾ അഭിനയം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവര് കണ്ടിട്ടുണ്ടാക്കി. നമ്മള് മറ്റേ പെട്ടെന്ന് ക്യാമറ വന്നപ്പോൾ അത് പതിലും പെട്ടുപോയി, എത്ര ഉള്ളൂ. പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ളൊരു എന്തോ
അത് ശരിയാ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ പേര് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ വിളിക്കുമ്പോഴില്ലേ, ഇപ്പോൾ എല്ലാ നടിമാർ പോട്ടെ, എല്ലാ നടിമാരാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ എല്ലാം ലേഡീസിനും, ഇപ്പോൾ കോളേജിൽ പഠിക്കാനായിക്കോട്ടെ, സ്കൂളിൽ പഠിക്കാനായിക്കോട്ടെ, അത്യാവശ്യം പോപ്പുലറായിട്ടായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ ലേഡീസ്, അപ്പോൾ അവർക്ക് ട്രൂ കോളർ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചിലർക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് നടിമാർക്ക് ഉണ്ടാവാണ്ടിരിക്കുമോ? അത് പറയാൻ പറ്റില്ല. എനിക്കില്ല. കാരണം എനിക്കുണ്ട്. കാരണം എനിക്കൊരു നെഗറ്റീവ് ഇമേജിലൂടെയാണ് ഞാൻ നടക്കുന്നതുകൊണ്ട്, എനിക്ക് അത്യാവശ്യം സിനിമകളും ചെയ്യുന്നതുകൊണ്ട്, അത്യാവശ്യം ഡയറക്ടർമാരുടെ നമ്പറൊക്കെ ഉള്ളതുകൊണ്ടും ഞാൻ നോക്കിയിട്ടൊക്കെ വിളിക്കുള്ളൂ. പിന്നെ ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ട്രൂ കോളിൽ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എടുക്കും. പക്ഷേ നോക്കിയിട്ടൊക്കെ എടുക്കുള്ളൂ. ഫോൺ എന്ന് പറഞ്ഞ് കാണിക്കും ചിലപ്പോൾ ട്രൂ കോളിൽ. അപ്പോൾ ഞാൻ പറയേണ്ടത്, പക്ഷേ ഒരാൾ വ്യക്തി ഫോൺ വിളിക്കുമ്പോൾ അറിയാത്ത നമ്പറിൽ നിന്ന് എടുക്കുന്നത് തെറ്റല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ അത്യാവശ്യം ആരെങ്കിലും വിളിക്കണമെങ്കിലോ അങ്ങനെ ഫോൺ എടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഫോൺ നമ്പര് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്, ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് നമ്പർ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ നമ്പർ വിളിക്കുമ്പോൾ എടുക്കുന്നതിനോട് വലിയ എടുത്തത് അബദ്ധമായി പോയി. ഒരു മനസ്സിലായത് അവളാണോ പണി പറ്റിയത്. നമ്മൾ വിളിക്കേണ്ടിയില്ലായിരുന്നു. കാരണം ആ സന്തോഷ് വർക്കുന്ന വ്യക്തി ഒരുപാട് നടിമാരുടെ നമ്പർ വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നടിമാരുണ്ട്. പക്ഷേ മീഡിയക്കാർ പറയുമ്പോൾ വിളിക്കില്ല. നമ്മൾ എന്തെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ പടം കണ്ടപ്പോൾ അഭിപ്രായം പറയാൻ വിളിക്കുമായിരിക്കും. അല്ലാണ്ട് ഇനിയിപ്പോൾ മീഡിയ പ്രസൻസ് വിളിക്കില്ല. പക്ഷെ ആർക്ക് നമ്പർ ഇപ്പൊ വേണമെങ്കിൽ ഈ നടിമാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ നടിമാരാണ് ചെയ്തത്. തീർത്തും തെറ്റാണ്. നമ്മൾ വ്യക്തിഗത ചെയ്യാൻ പാടില്ല. ആൾക്കാരുടെ ഫോട്ടോ ഇട്ടിട്ടുള്ള ഒരു നമ്മുടെ ബാഡ് ബോയ്സിലെ നടിയുടെ ഫോട്ടോ ഒക്കെ ഇട്ടാണ് മറ്റേത് വന്നിരിക്കുന്നതൊക്കെ. പുള്ളി എങ്ങനെയോ എടുക്കുമെന്നറിയില്ല. കാരണം മെറിൻ ഫിലിപ്പിനെ വിളിച്ചു, ആരാധ്യാനെ വിളിച്ചിരുന്നു, വേറെ കുറച്ച് നടിമാരെ വിളിച്ചിരുന്നു. ആരാധ്യാൻ നമ്മളോട് പണ്ട് നല്ല കൂളായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞാണ്. പക്ഷേ വിളിച്ചപ്പോൾ ഒരു അറിയാത്തൊരു ഭാവം കാണിച്ചു. അതെനിക്ക് വലിയ പിണക്കം ഉണ്ടായി. പക്ഷെ വിളിച്ചത് തെറ്റാണ്. പക്ഷേ എന്നെ അറിയില്ല എന്ന് പറഞ്ഞതേ അത് വലിയ ഒരു ഷെയിമായി പോയി. കാരണം ഏതൊരു പടത്തിൻ്റെ ഒരു റാഹേൽ മകൻ കോരയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ ആണ് ഞാൻ റിവ്യൂ എടുക്കുന്നുണ്ടായി. ഞാൻ പോയി എൻ്റെ ഫോണിൽ. അപ്പോൾ അവള് ഇയാളോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു. അങ്ങനെയായിരുന്നു ആരാധ്യാനായിട്ട് പരിചയപ്പെട്ടത്. പിന്നെ ബാഡ് ബോയ്സിൽ പുള്ളി കയർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ദിവസം കണ്ടിട്ടുണ്ട്. പക്ഷെ അറിയില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി പോയി. പക്ഷേ വിളിച്ചത് ശരിയല്ല എന്നാ പറയാം. പിന്നെ മെറിൻ ഫിലിപ്പും നമ്മൾ ഈ നമ്മുടെ എന്താ പറയുക റാഹേൽ മകൻ കോരയിൽ അഭിനയിച്ച വ്യക്തിയാണ് മെറിൻ ഫിലിപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറ്റേ സൂക്ഷ്മദർശിനി ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പടം. അപ്പോൾ അതിൻ്റെ ഒരു കൺഗ്രാറ്റ്സ് പറയാൻ വിളിച്ചാൽ. അപ്പോൾ മീഡിയക്കാരെ ഷൂട്ട് ചെയ്തു. അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞതും തെറ്റാണ്. എന്തായാലും മാപ്പ് പറയുന്നു. നടിമാരെ വിളിച്ച് ഫോൺ ചെയ്തതിന് എന്തായാലും മാപ്പ് പറയുന്നു. കാരണം ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇത് നമ്മൾ ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യില്ലല്ലോ. ഇത്രയും ഇത് നമ്മൾ സ്വയം ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടി ഇപ്പോൾ അല്ലാണ്ട് തന്നെ ഒരുപാട് ഇൻ്റർവ്യൂ ട്രോള് വരുന്നുണ്ട്. മനസ്സിലായ പുതിയൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് അത് ട്രോള് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും നമുക്ക് നമ്മുടെ ആയിട്ടുള്ള തടിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ്. അപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നാണ് പലരും പറയുന്നത്. ഇപ്പോൾ അനുമാഡം കാണുകയാണെങ്കിൽ നമ്മൾ തെറ്റിദ്ധാരണ തിരുത്തി മാപ്പ് വരണമെന്ന് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും 3 നടിമാരെ വിളിച്ചിരുന്നു. അനുസിത്താര, പിന്നെ നമ്മുടെ ബാഡ് ബോയ്സിൽ നടി, പിന്നെ മെറിൻ ഫിലിപ്പ്, 3 പേര് മാപ്പ് പറയണേ. കാരണം നമ്മൾ ചെയ്തത് വരെ പൊക്കത്തരമായിപ്പോയി. പിന്നെ എനിക്ക് മനസ്സിലായത് വീട്ടിൽ പറഞ്ഞിരുന്നു ഭയങ്കര അത് നാണക്കേടായിപ്പോയി എന്ന് പറയുന്നുണ്ട്. എല്ലാ മാസം തെറ്റിയിട്ടുണ്ടല്ലോ. ഇന്നാളെ ഒരു മമ്മൂക്കാൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അത് ഏപ്രിലല്ലേ സംഭവിച്ചത്. അത് ഇത്രയും നാളായില്ലേ. പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മാങ്ങ ഉണ്ടേലല്ലേ കല്ലറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുപോലെ ഇപ്പോൾ പുതിയ പുതിയ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഞാൻ ഖേദിക്കുന്നു. കാരണം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അഭിലാഷ് ആട്ടായം കാണിച്ചത് ഭയങ്കര തണ്ടിത്തരോ. കാരണം ഈ ഫോൺ കോൾ വിളിച്ച സമയത്ത് ഈ പുള്ളി ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി അറ്റൻഷൻ സീക്കിങ് പ്രോബ്ലംസ് എന്ന് പറയാം. എനിക്കതില്ല, കാരണം എനിക്ക് ഓൾറെഡി ഫെയിം ഉണ്ട്, ഇത്രയും ആൾക്കാർ കാണുമ്പോൾ കൂവുന്നു, കളിയാക്കുന്നു. അപ്പോൾ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നല്ലേ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പുള്ളി പറയണത് ഇനി ചെറിയ പ്രശ്നം വന്നപ്പോൾ വലുതാത്തിട്ട് കേട്ടില്ല അവിടെ എന്തോ അനുഭവം എന്താ പറയുക, ഭക്ഷണം ഉണ്ടാക്കി വെച്ച പോലെ പുള്ളി വിളിക്കുന്നത്. ഇറക്കി വിട്ടുന്നു. ഇപ്പം എനിക്ക് അതിനോട് വലിയ കമ്പമില്ല. ഞാൻ പറഞ്ഞു ഇന്നാള് കഴിഞ്ഞ ദിവസം നീലക്കുയിലിന് എന്റർടൈൻമെന്റ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇനി റിവ്യൂസ് മേഖലയിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു നിൽക്കാൻ പോകണതാണ്. വിളിക്കുന്ന ഇടത്ത് മാത്രമേ പോവുള്ളൂ. നാളെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ കയറ്റിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ആയിട്ടുള്ള വീടും പരിസരവും ഉണ്ട്. പിന്നെ നമുക്ക് ഈ മേഖലയിൽ നിന്ന് മാറണമല്ലോ. നമ്മളൊരു കല്യാണത്തിലേക്ക് ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ആട്ടായതിനോട് എപ്പോഴും ബിരിയാണി കഴിക്കാനും റഫ്സ് കഴിക്കാനും മാത്രം നടന്നാൽ പോരല്ലോ. എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ.